നമസ്കാരം. ഇറാനിലേക്ക് കരസേനയെ വിന്യസിക്കുന്നതിനുള്ള വിശദമായ തയ്യാറെടുപ്പുകൾ US നടത്തിയതായി വിവരം. പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ CBS ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുതിർന്ന സൈനിക കമാൻഡർമാർ കരയുദ്ധത്തിനടക്കമുള്ള അഭ്യർത്ഥനകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വച്ചിട്ടുണ്ട്. കരസേനയെ വിന്യസിക്കണമോ വേണ്ടയോ എന്ന് ട്രംപ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പെന്റഗൺ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലേക്ക് കരസേനയെ വിന്യസിക്കുന്നതിനുള്ള വിശദമായ തയ്യാറെടുപ്പുകൾ US സൈന്യം നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു. എന്തായാലും മുതിർന്ന സൈനിക കമാൻഡർമാർ ഇത്തരത്തിലുള്ള നിർണായക ചർച്ചകൾ ട്രംപുമായി നടത്തി വന്നിട്ടുണ്ട്. ട്രംപ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പെന്റഗൺ വൃത്തങ്ങൾ പറയുന്നത്. പ്രവചനാതീതമാണ് ട്രംപിന്റെ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. എന്നാൽ സാധാരണ ട്രംപ് ശൈലിയിൽ തന്നെയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി. സൈനികരെ അയക്കുന്നില്ല എന്ന് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് തറപ്പിച്ച് പറഞ്ഞ ട്രംപ് പക്ഷേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയില്ല. ഇത് കേട്ടതോടെ മാധ്യമങ്ങളും ലോകവും ഒരുപോലെ ആശയക്കുഴപ്പത്തിലായി. ട്രംപിന്റെ നയം മാറിയിട്ടുണ്ടോ, അതോ ഒരു പുതിയ ഗെയിം പ്ലാനിന്റെ ഭാഗമാണോ ഈ പ്രസ്താവന? ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെ വൈറ്റ് ഹൌസ് ഒരു വിശദീകരണവുമായി രംഗത്തെത്തി. പരമാവധി സാധ്യതകൾ ആരായുക എന്നത് പെന്റഗണിന്റെ ജോലിയാണ്. ഇത് പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തു എന്ന് അർത്ഥമാക്കുന്നില്ല എന്നായിരുന്നു വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. അതായത് കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചയുടെ ഘട്ടത്തിലാണെന്ന് സാരം. പക്ഷേ ഈ അമേരിക്കൻ നീക്കങ്ങളോടും അഭ്യൂഹങ്ങളോടും ഇറാൻ പ്രതികരിച്ചത് അതിശക്തമായിട്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ സർപ്രൈസ് നൽകുമെന്ന് ഒരു ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ഇറാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഇറാനിയൻ മണ്ണിൽ ഒരു കര ആക്രമണം ഞങ്ങളുടെ റെഡ് ലൈനുകളിൽ ഒന്നാണ്. ശത്രുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും ഞങ്ങൾ എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ ഈ കാര്യത്തിലും ഞങ്ങൾ അത് വീണ്ടും കാണിക്കും, ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ഊർജ്ജ മേഖലകളിൽ എന്ത് സംഭവിച്ചാലും ഈ മേഖലയിലെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും നിർജീവമാക്കാൻ ഞങ്ങൾ സജ്ജരാണ്. അതുകൊണ്ട് തീവ്രവാദി ട്രംപ് ഇക്കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ സൈനികരുടെ ശവപ്പെട്ടികൾ പോലും നീക്കം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന് ഈ അത്ഭുതം കാണേണ്ടി വരും. ഈ വാക്കുകൾ ഒരു സാധാരണ യുദ്ധഭീഷണി എന്നതിലുപരി ഇറാൻ എന്തിനും തയ്യാറാണ് എന്നതിന്റെ സൂചന കൂടിയാണ്. ഇത് വെറും ഭീഷണികൾ മാത്രമാകുമോ അതോ ഒരു വലിയ സംഘർഷത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന കാര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ട്രംപ് മുന്നോട്ടു പോകുന്നത്. ഇറാനെതിരെ പട നയിച്ചു തന്നെയാണ് ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നത്. ഒരു കരയുദ്ധം ഏത് സമയത്തും നടക്കാം. അതുതന്നെയാണ് പെന്റഗൺ പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നത്.